പവർ റൂമിൽ കയറാൻ പോകുന്ന പൂജയുടെയും ശരണ്യയുടെയും മാസ്റ്റർ പ്ലാൻ ഗബ്രിയെ പുറത്താക്കൽ. അതെ, ഗബ്രിയെ പുറത്താക്കാനാണ് പൂജ നോക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഗബ്രിയും ജാസ്മിനും അതിൻ്റെ ഇടയിൽ കൂടെ, ഗബ്രി ഞാനാടാ നെഗറ്റീവ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പൊക്കോളാം, എനിക്ക് നിൽക്കണ്ട, നീ പോയാൽ ഞാനും വരും, അത്രേ ഉള്ളൂ, ഞാൻ നിൽക്കത്തില്ല, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും, ഒരിക്കലും ഞാൻ നിലവിടത്തില്ല. ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം. ജാതകർ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പൂജയും ശരണ്യയും, പൂജ ഇവിടെ എല്ലാം കണ്ടിട്ട് വരുന്ന വയൽകാടാണ്. അപ്പോൾ പൂജയ്ക്ക് ജബ്രി കോംബോനെ ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ശരണ്യയുടെ അടുത്ത് പോയിരുന്നിട്ട് നമുക്ക് പവർ ടീമാണല്ലോ അടുത്ത ആഴ്ചത്തെ, അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തെ പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷനായിട്ട് ഗബ്രീനെ ഇടാം. നോമിനേഷൻ ഡയറക്റ്റ് പ്ലാൻ ചെയ്യല്ല, ആരെ പുറത്താക്കണം ഇൻഡയറക്റ്റ് ഒക്കെയാണ്. നോമിനേഷൻ പ്ലാനിങ് ആണ് സംഭവം കേട്ടാ. പക്ഷെ ബിഗ് ബോസ് ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇനി പവർ ടീം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, നമുക്ക് ഗബ്രീനെ വേണം ഔട്ടാക്കാൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അൻസിബ, ശ്രീതു, ശ്രീരേഖ, നോറ ഇവരൊന്നും വരാനും പാടില്ല നോമിനേഷനിൽ. അത് നടക്കുന്ന കാര്യമില്ല. ഇവരെന്തായാലും വരും. നോറ എന്തായാലും ഉണ്ടാവും, ശ്രീരേഖ എന്തായാലും ഉണ്ടാവും, ശ്രീതു ഒക്കെ ഉണ്ടാവും. കാര്യം ജാസ്മിനും ഗബ്രിയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യും. രണ്ട് വോട്ട് വെച്ച് കൊടുത്താൽ തന്നെ ഇവർ നോമിനേഷനിൽ വരും. ജാസ്മിനും ഗബ്രിയും മാത്രം തന്നെ ഇതിൽ രണ്ടുപേരെ കൊണ്ടുവരും നോമിനേഷനിൽ. വീക്കായിട്ടുള്ള, പുറത്ത് പോകാൻ എളുപ്പമായിട്ടുള്ള ഈ രണ്ടുപേരെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരും അവരുടെ കൂടെ. അപ്പൊ പൂജ പറയുന്നത് ഗബ്രിനെയാണ് പുറത്താക്കേണ്ടത്. നമുക്ക് ഇവരെയൊക്കെ പിന്നെയും പതുക്കെ പുറത്താകും. സേഫ് ആയിട്ടുള്ളവരൊക്കെ പിന്നെയും പൊക്കോളുമല്ലോ. ഗബ്രി ഔട്ടാവണം എന്നാണ് പൂജ നോക്കുന്നത്. ഇപ്പൊ ശരണ്യ വിചാരിച്ചിരുന്നത് ജാസ്മിനാണ്, പുറത്ത് കാര്യം അറിയില്ലല്ലോ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പൂജ ഹിന്റും ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. പുറത്ത് എന്തായാലും ഗബ്രി നെഗറ്റീവ് ആവുമെന്ന് ശരണ്യ പറയുന്നുണ്ട്. അപ്പം അവർക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് ആഗ്രഹം. ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ജാസ്മിൻ എന്തായാലും സ്ട്രോങ് ആവും, ഇപ്പൊ ബ്രേക്ക് ചെയ്താൽ. പക്ഷെ ഇനി അങ്ങോട്ട് എന്താണെന്ന് കണ്ടറിയാം. അവിടെ കരച്ചിലും ജാസ്മിനും ഗബ്രിയും എനിക്കൊരു പിടിയുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗബ്രിയാണ് ഇവിടെ പിടിച്ചു വെക്കുന്നത്. ഒറ്റ വാക്ക് ഗബ്രി പറയണം, എടാ നീ ഒറ്റയ്ക്ക് കളിക്ക്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാം, നമുക്ക് നേരിടാം, നിന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതാണ് നിന്റെ വീട്ടിലെ പ്രശ്നമെങ്കിൽ, ഞാനാണ് നിന്റെ വീട്ടിലെ പ്രശ്നമെങ്കിൽ, ഞാൻ കാരണം ഒരു പ്രശ്നം നിനക്ക് ഇനി ഉണ്ടാവത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കും, ചങ്കോചത്തോടെ ഞാൻ ഔട്ടായാലും എനിക്ക് കുഴപ്പമില്ല. ഗബ്രിക്ക് അല്ലാണ്ടെല്ലാം പറയാനറിയാം, നീ പോയാലും ഞാൻ നിന്റെ പുറകെ വരും, നിന്റെ കൂടെ നിൽക്കും, ഇതൊക്കെ പറയാനറിയാം. പക്ഷെ ഇത് പറയാൻ പറ്റണില്ല. നീ ഒറ്റയ്ക്ക് കളിക്ക്, ഞാൻ ഒറ്റയ്ക്ക് കളിക്ക്, കുഴപ്പമില്ല, ഞാൻ ഔട്ടായാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പ്രൂവ് ചെയ്യും, ഞാനൊരു ഗെയിമറാണെന്ന്. എവിടെ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, കട്ട സപ്പോർട്ട്. ഇനി ഗബ്രിക്ക് ഇനി യഥാർത്ഥ പ്രണയമാണോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സത്യം പറയാൻ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സത്യമായിട്ട് ഒന്നെങ്കിൽ ഇത് എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഇഷ്ടം മാത്രമേ പറയുന്നുള്ളൂ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്ടമാണോ, എന്തെങ്കിലും ഒന്ന് ഇവർ തുറന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. കാര്യം പ്രേക്ഷകരെ കൺഫ്യൂസ് ആക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം തുറന്ന് പറയാൻ പറ്റത്തില്ലാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇത് ഗെയിമാണ്, ആൾക്കാർ കാണുന്നതാണ്. അപ്പം ഒന്നെങ്കിലും ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേർക്കും സിംഗിളായിട്ട് സൂപ്പറായിട്ട് കളിക്കാം. പക്ഷെ ജാസ്മിൻ്റെ കാര്യത്തിലും നമുക്ക് വിഷമം വരുന്നുണ്ട്, ഗബ്രിയുടെ കാര്യത്തിലും നമുക്ക് വിഷമം വരുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെയാന്നുള്ളത് എപ്പോഴും അവിടെ ചെന്ന് ഞാൻ പോവുകയാണ് ഗബ്രി, മതിയായി ഗബ്രി, എന്നാൽ പിന്നെ പോ, എന്തെങ്കിലും ഒന്ന് ചെയ്, പോവത്തുമില്ല. നീ കൂടെ ഉണ്ടാവുമോ? ഇല്ല, നിനക്കാണ് നെഗറ്റീവ്, ഞാനാണ് ഇവിടെ നെഗറ്റീവ്, നീയല്ല. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. കാര്യം രണ്ടും നല്ല അടിപൊളി ഗെയിമേഴ്സാണ്, മാറി നിന്നാൽ. മറ്റാളാണെങ്കിൽ ഒടുക്കത്തെ കണ്ണിങ്ങും കുശാഗ്ര ബുദ്ധി. ആര്? ഗബ്രി. ഭയങ്കര കണ്ണിങ്ങും ഒട്ടും ഇമേജ് കോൺഷ്യസും അല്ല. ഇപ്പോഴത്തെ ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്, ഗെയിമിനെയൊക്കെ കൺട്രോൾ ചെയ്യും, അവിടുത്തെ ആൾക്കാരെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. നന്നായിട്ട് ഉത്തരം പറയും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വർത്താനം പറയും, സംസാരിക്കും, ഒക്കെ ചെയ്യും, അങ്ങനെയുള്ളൊരു ഗെയിമർ. പക്ഷെ രണ്ടിനും വീക്ക്നെസ് ഇതാണ്. എന്ത് പറയാനെന്നാണ് ആലോചിച്ച് കഷ്ടം തന്നെ അല്ലേ. അപ്പം ഞാനും അന്ന് ആലോചിക്കുന്നു, ഒരുപാട് പേര് വിളിച്ച് ചേച്ചി ഒരു രക്ഷയില്ല ചേച്ചി എന്നുള്ള രീതിയിൽ. എന്താ പറയണ്ട, ഒരു പിടിയുമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ലാലേട്ടനും ഇനി പറയാൻ എന്താ പറയണ്ടേ? ഒന്നും പറയാനില്ല. ഒന്നുകിൽ നിങ്ങൾ കോംബോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ നോക്കും, കോംബോ ആയിട്ട് നല്ല വൃത്തിക്ക് കളിക്കാൻ നോക്കും, വെറുപ്പിക്കാതെ. കോംബോ ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കളിക്കുക, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നമ്മളെ ഇട്ടിട്ട് എന്താ മനസ്സിലാവാത്ത രീതിയിലാണ് നിൽക്കുന്നത്, എന്താ സംഭവം എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്ന് ശ്രീകുമാറിൻ്റെ സ്റ്റോറി പറഞ്ഞു. പിന്നെ എല്ലാവരും ഒന്ന് റെഡി ആവുകയാണ് മറ്റേ ഈദിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റെഡിയാവുന്നത് കണ്ടുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ആര്? ഗബ്രി. റെഡി ആവുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം.
അയ്യോ എൻ്റെ ദൈവമേ. ആ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വഴി പോകുന്നുണ്ട്. ഇവിടെ പ്ലാനിങ്, ഗബ്രിയെ പുറത്താക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഈദിൻ്റെ സ്പെഷ്യലും പിന്നെ പവർ ടീമും ജിൻഡോ ഒക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് നിറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബായ്.